ഗുരുദേവ ദർശന പഠന കേന്ദ്രത്തിന്റെയും ഗാന്ധി പീസ് ഫൗണ്ടേഷന്റെയും ഐശ്വര്യ ബാലവേദിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ മുരിക്കുംപുഴ SNV ഗ്രന്ഥശാലയിൽ ലഹരിവിരുദ്ധ ദിനാചരണം സംഘടിപ്പിച്ചു. പോത്തങ്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജോളി പത്രോസ് ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. പരസ്യമായി മദ്യപാനം വിലക്കിക്കൊണ്ടുള്ള ബോർഡുകൾ വെച്ചു. അതിനെ തുടർന്ന് അവിടെ മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്ന ഏതെങ്കിലും കുടുംബങ്ങൾ ഉണ്ടെങ്കിൽ അത് പള്ളി വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ട് അവരെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തുമെന്നുള്ള ഒരു ഭയം ഉണ്ടാക്കിയെടുത്തു. വിൽപ്പനയും വാങ്ങലും അതോടൊപ്പം തന്നെ ഉപയോഗവും നിർത്തിക്കൊണ്ടുള്ള വിളംബര ജാഥകൾ നടത്തി. ഇതൊന്നും കൊണ്ട് ഒന്നുമായില്ല എന്ന് എനിക്കറിയാം. കാരണം ഇന്ന് മുട്ടായി കട പോലെ സുലഭമാണ് ഈ സാധനം ഇവിടെ കിട്ടുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ വിരോധാഭാസം. ജനങ്ങൾക്ക് മദ്യം മയക്കുമരുന്നിനെ കുറിച്ച് ബോധമില്ലാത്തത് കൊണ്ടല്ല, അകാരണമായ ഭയം നമ്മളെല്ലാം വിഴുങ്ങിയിരിക്കുകയാണ്. ഈ ഭയം മാറിയില്ലെങ്കിൽ ഒരു കാലത്തും ലോകത്തൊന്നും രക്ഷപ്പെടില്ല. പുതുക്കുറിശി തന്നെ അത് കഴിഞ്ഞ ഒരാഴ്ചയായപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് 4 പേര് മയക്കുമരുന്ന് ഉപയോഗിച്ച് അവിടെ വന്ന് ഭീഷണിപ്പെടുത്തി ബോംബ് എറിഞ്ഞു. അവര് കേസിൽ പിടിച്ച പോലീസുകാരന്റെ അടുത്ത് ഒരു കൂസലില്ലാതെ അവര് പറയുകയാണ്, ഞങ്ങൾ ഇറങ്ങി വന്ന നിന്നെ തട്ടിയിരിക്കും. അപ്പൊ അത്ര ഈ സാമൂഹ്യത്തിന്മേൽ നിന്ന് ഈ സമൂഹത്തെ മോചിപ്പിക്കാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഭാരത്. മംഗലപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീചന്ദിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ബഹുമാനപ്പെട്ട ഈ യോഗം ഉദ്ഘാടനം ചെയ്യാനായിട്ട് എത്തിയിട്ടുള്ള പ്രിയപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ജോളി പത്രോസ് അവർ, ഇവിടെ മുഖ്യപ്രഭാഷണം നടത്തുന്ന നമ്മുടെ പോത്തങ്കോട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി അജിത മോഹൻദാസ് അവർ, വാർഡ് പഞ്ചായത്ത് അംഗം ശ്രീമതി മ്യൂരിലാൻ, മുൻ ബ്ലോക്ക് മെമ്പറായിട്ടുള്ള ശ്രീമതി വസന്ത ജിജി, സ്വാഗതം ആശംസിച്ച രാജേന്ദ്രൻ അവർ, ഇവിടെ എത്തിയിട്ടുള്ള മറ്റ് ബഹുമാനീയരെ എല്ലാവർക്കും നമസ്കാരം. ഇത് നമ്മള് അവിടെ ഈ SPCയുടെ കുട്ടികളും ബാക്കി അധ്യാപകരും രക്ഷിതാക്കളൊക്കെ ചേർന്നുകൊണ്ടുള്ള ഒരു വേദിയാണ്. അപ്പോൾ നമ്മള് എനിക്ക് തോന്നുന്നു കേരളത്തിൽ എങ്ങനെ തന്നെ ഇന്ന് ഒരു നല്ല രീതിയിൽ ലഹരി വിരുദ്ധ ദിനവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, പുതിയ സർക്കാർ വന്നതിന് ശേഷം ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അജിത മോഹൻദാസ്, നമ്മുടെ മുരിക്കുംപുഴയെ സംബന്ധിച്ചിടത്തോളം ലഹരി എന്ന് പറയുന്നത് എങ്ങനെയാണ്, ഞാനത് തുറന്നു പറഞ്ഞാൽ പ്രശ്നമാകുമെന്നൊന്നും എനിക്ക് അറിയില്ല. പ്രശ്നം വേറെ കൂടുതലൊന്നുമില്ല. എങ്കിലും ഞാൻ പറയുന്നത് നമ്മുടെ മുരിക്കുംപുഴയിലെ പല സ്ഥലങ്ങളിലും ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് അതുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരുപാട് സാധനങ്ങൾ കൈമാറ്റം ചെയ്യുകയും വിൽക്കുകയും ഒക്കെ ചെയ്യുന്ന സ്ഥലങ്ങള് തൊട്ട് കാണിച്ചു കൊടുക്കാൻ കഴിയും. പക്ഷെ അത് എന്തുകൊണ്ട് നമുക്കത് അവിടെ ചെന്ന് അവരെ പിടിക്കുക അല്ലെങ്കിൽ അത് നിർത്തലാക്കാൻ കഴിയുന്നില്ല എന്ന് ചോദിച്ചാല്, എന്റെ ചുറ്റും ഇരിക്കുന്ന നിങ്ങൾ ഉൾപ്പെടുന്ന ഞാൻ എന്റെ സഹോദരങ്ങളായിട്ട് കാണുന്ന മുരിക്കുംപുഴയുള്ള ഓരോ വ്യക്തികളുമാണ് അതിന് കാരണക്കാർ. ഗുരുദേവ ദർശന പഠന കേന്ദ്രം പ്രസിഡന്റ് മുരിക്കുംപുഴ C രാജേന്ദ്രൻ, ലഹരിയെ കുറിച്ച് ഇപ്പൊ വളരെ വിവാദങ്ങളുണ്ട്. വീര്യം കുറഞ്ഞതും വീര്യം കൂടിയതും ഇത് ഏതാണ് സമൂഹം എടുക്കേണ്ടതെന്നുള്ള ഒരു തട്ടത്തിൽ കിടക്കുമ്പോൾ പണ്ട് MP സാർ പറഞ്ഞ ഒരു വാക്യം എനിക്ക് ഓർമ്മ വരുന്നു. ഈ മലത്തിൽ നല്ലതും ചീത്തയുമല്ലോ. വീര്യം കൂടിയതായിരുന്നാലും വീര്യം കുറഞ്ഞതായിരുന്നാലും മദ്യം മദ്യം തന്നെയാണ്. മദ്യം എന്ന് വെച്ചാൽ മയക്കുന്നത്, മതിപ്പിക്കുന്നത്. മനുഷ്യനെ മതിപ്പിക്കുന്ന സാധനം മനുഷ്യന് വേണോ എന്ന് ചോദിച്ചാൽ കഴിക്കുന്നില്ല എന്ന ചോദ്യം വരാം, അത് വേറൊരു കാര്യം. പക്ഷെ അതല്ല ഞാൻ പറഞ്ഞത്. ഒരു തലമുറ ഇന്ന് പൂർണ്ണമായി നശിച്ചുകൊണ്ടിരിക്കുന്നത് സത്യമാണ്. നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ നമ്മളുടെ മക്കൾ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളുടെ മക്കൾ 10ാം ക്ലാസ്സിൽ പോലും എത്താത്ത കുട്ടികൾ പോകുന്നത് കാണുമ്പോൾ വളരെ പ്രയാസം തോന്നും. ഇതെങ്ങനെ നിർത്താൻ പറ്റും? മതസംഘടനകൾ പരാജയപ്പെട്ടു, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പരാജയപ്പെട്ടു. ആരുടെയും കീഴിലല്ല ഇന്നത്തെ യുവജനങ്ങൾ. അതൊരു സത്യവുമാണ്. യുവജനങ്ങൾ അവരുടെ ഒരു അങ്ങനത്തെ ടൈം പാസിന് വേണ്ടി ആരെങ്കിലുമായിട്ട് ബന്ധമുള്ളവരുടെ കൂടെ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന്റെ പുറകെ പോകുന്നില്ല. അല്ലാതെ ഈ ആദർശം കണ്ടുകൊണ്ടുള്ള
ആ യാത്രയിൽ ഒരു പ്രസ്ഥാനത്തിനകത്തുമില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്, സത്യവുമാണ്. അപ്പോൾ വളർന്നു വരുന്ന തലമുറയെ ശരിയായ ദിശയിലേക്ക് നയിക്കത്തക്ക ഒരു രാഷ്ട്രീയ സംവിധാനമോ മത സംവിധാനമോ നമ്മുടെ നാട്ടിൽ ഇല്ല എന്നുള്ളത് വേറൊരു സത്യം. വാർഡ് മെമ്പർ മ്യൂറിയൽ ലീൽ, മുൻ ബ്ലോക്ക് മെമ്പർ വസന്തകുമാരി, SNV ഗ്രന്ഥശാല ജോയിന്റ് സെക്രട്ടറി വി ദിലീപ് കുമാർ, എസ് ഗൗരി തുടങ്ങിയവർ പങ്കെടുത്തു. എല്ലാ വിശിഷ്ട അതിഥികൾക്കും ഗുരുദേവ ദർശന പഠന കേന്ദ്രത്തിന്റെയും ഐശ്വര്യ ബാലവേദിയുടെയും സർവോദയ റെസിഡൻസി അസോസിയേഷന്റെ പേരിലും ഈ വേദി ധന്യമാക്കിയതിന് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. സംസ്ഥാന സർക്കാർ നടത്തുന്ന ഓപ്പറേഷൻ തൂഫാന് യോഗം പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. തലസ്ഥാന വാർത്തകൾക്ക് വേണ്ടി റിപ്പോർട്ടർ ശാന്തിലാൽ മുരുക്കുംപുഴ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Arabian Fashion Jewelry Wholesalers and Manufacturers. ആറ്റിങ്ങൽ, പോത്തങ്കോട്, ആലങ്കോട്, തൃശൂർ, ദുബായ്. അതിരുകളില്ലാത്ത ആത്മബന്ധം. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള LED ലൈറ്റുകളുടെയും ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി CS ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്.